ചിക്കോസ് വണ്ടർ വേൾഡ്. ഞാനാണ് നിങ്ങളുടെ ചിക്കു. കൂട്ടുകാർക്കായി പുതിയ വിശേഷങ്ങൾ കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. കൂട്ടുകാർക്ക് മധുരപലഹാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടം. പക്ഷേ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. താഴെ വീണറിയാലോ, ഉറുമ്പുകൾ പാഞ്ഞു വരും. പിന്നെ അവർ നമ്മളെ കടിച്ച് ശരിയാക്കും. എങ്കിൽ നമ്മളെ കടിച്ച് ശരിയാക്കുന്ന ഒരു ഉറുമ്പിനെ ശരിയാക്കാനായിട്ട് ഒരാളെ കൊണ്ടുവന്നാലോ? നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പുതിയ കൂട്ടുകാരനാണ് പേര് പോലെ തന്നെ ഉറുമ്പിനെ തിന്നുന്ന ഉറുമ്പുതിനി അഥവാ ആൻറ്റിറ്റർ. സൗത്ത് അമേരിക്കയിലും സെൻട്രൽ അമേരിക്കയിലും ആണ് ഇവരെ കൂടുതലായി കണ്ടുവരുന്നത്. മെക്സിക്കോ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ. നീണ്ട മൂക്കും ഒട്ടിപ്പിടിക്കുന്ന നാക്കും അവർക്കുണ്ട്. അവരുടെ നാവ് ഉറുമ്പിൻ കൂട്ടിലേക്കും ചിതൽ പുറ്റിലേക്കും ഇറക്കി അതിൽ ഒട്ടിപ്പിടിക്കുന്നവരെ അവർ തിന്നും. അതാണ് അവരുടെ രീതി. ഒരു ദിവസം 35,000 ഉറുമ്പിനെ വരെ ഇവർ തിന്നും. ഇവരുടെ നഖങ്ങളാണ് മരത്തിൽ കയറാനും ചിതൽ പുറ്റുകൾ നശിപ്പിക്കാനും സഹായിക്കുന്നത്. 4 തരം ഉറുമ്പുതിനികളുണ്ട്: ജൈന്റ് ആൻറ്റിറ്റർ, നോർത്ത് ആൻഡ് സൗത്ത് ടമൻഡു, സിൽക്കി ആൻറ്റിറ്റർ. കാഴ്ചശക്തി കുറവാണെങ്കിലും മണം പിടിക്കാൻ ഇവർക്ക് നല്ല കഴിവുണ്ട്. വേറൊരു വിശേഷം അറിയാമോ? ആൻറ്റിറ്ററിന് പല്ലില്ല. ഭൂമിയിൽ കുഴി കുഴിച്ചും അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലുമാണ് ഇവർ സാധാരണ ജീവിക്കാറ്. നല്ല നാണക്കാരാണ് ഇവർ. പക്ഷെ ഇവർക്കുമുണ്ട് കാട്ടിൽ ശത്രുക്കൾ. ആരാണെന്നറിയാമോ? ജാഗ്വർ, പ്യൂമ തുടങ്ങിയവർ. കൂടാതെ മനുഷ്യരും ഇവരെ വേട്ടയാടാറുണ്ട് അവരുടെ ഇറച്ചിക്ക് വേണ്ടി. ഇവരുടെ കുഞ്ഞിനെ പപ്പ് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കൂട്ടുകാരൻ ആൻറ്റിറ്ററിന്റെ ഒരു ബന്ധുവാണ്. ആരെന്നറിയാമോ? സ്ലോത്ത്. ആൻറ്റിറ്റർ അമേരിക്കക്കാരനല്ലേ? എങ്കിൽ നമ്മുടെ നാട്ടിലുമുണ്ട് അങ്ങനെ ഒരു ജീവി, ഉറുമ്പിനെ തിന്നുന്നത്. അതാരാണെന്നറിയാമോ? അവനാണ് പാങ്കോളിൻ അഥവാ ഈരാമ്പേച്ചി. ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഇവരെ കാണാനുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷെ നമ്മളതിനെ ഈരാമ്പേച്ചി എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. ഈരാമ്പേച്ചിയും ഉറുമ്പുതിനിയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരുപാട് സാമ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈരാമ്പേച്ചിയും ഉറുമ്പുതിനിയും ഒന്നാണെന്നാണ് വിചാരിക്കുന്നത്. രണ്ടും 2 സ്ഥലങ്ങളിൽ കാണുന്ന 2 ജീവികളാണ്. ഈരാമ്പേച്ചി അതിൻ്റെ നീണ്ട നാവുകൾ കൊണ്ട് ഉറുമ്പിനെയും ചിതലിനെയും തിന്നാറുണ്ട്. ഇവരുടെ ശരീരത്തിൽ കട്ടിയുള്ള ചെതുമ്പൽ പോലെ കാണാം. ആൻറ്റിറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവരും പല ടൈപ്പ് ഉണ്ട്: ഇന്ത്യൻ, ചൈനീസ്, ഫിലിപ്പീൻസ് എന്നിങ്ങനെ പലതും. ഈരാമ്പേച്ചികളും വളരെ നാണക്കാരാണ്. പേടി വരുമ്പോൾ അവർ ബോൾ പോലെ ഉരുണ്ടു കിടക്കും. ഈരാമ്പേച്ചിക്കും പല്ലുകളില്ല. ഇവർ കാടുകളിലും പുൽമേടുകളിലുമാണ് സാധാരണയായി ഉണ്ടാവാറ്. എങ്കിലും മനുഷ്യരുടെ കൃഷിയിടങ്ങളിലും ഇവർ വരാറുണ്ട്. ഇവരും കുഴികളിലും മരങ്ങളിലുമാണ് ജീവിക്കാറ്. ഇവർക്കും ശത്രുക്കളുണ്ട്. പുലി, സിംഹം തുടങ്ങിയവർ ഇവരെ കിട്ടിയാൽ വെറുതെ വിടാറില്ല. കൂടാതെ മനുഷ്യരും ഇവരെ വേട്ടയാടാറുണ്ട്. ചൈന, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ഇവരുടെ ഇറച്ചിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇവരുടെ കുഞ്ഞിനെ പാങ്കോ പപ്പ് എന്നാണ് പറയാറ്. അപ്പോൾ ഇനി കൂട്ടുകാർക്ക് ഉറുമ്പുതിനെയും ഈരാമ്പേച്ചിനെയും തമ്മിൽ മാറിപ്പോയില്ലല്ലോ. ഉറുമ്പിനെ അകത്താക്കുന്ന ഈ കൂട്ടുകാരന്മാരെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇനി ഇതുപോലത്തെ രസകരമായ പുതിയ വിശേഷങ്ങൾ കൊണ്ട് ഞാൻ ഇനിയും വരാം. കൂട്ടുകാരെപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പേരാണ് ചിക്കോസ് വണ്ടർ വേൾഡ്. ബൈ ബൈ.